പരീക്ഷാകാലം കുട്ടികളെ സംബന്ധിച്ച് സമ്മർദ്ദങ്ങളുടെ കൂടി കാലമാണ്. അത് ഈ സമ്മർദ്ദം പല തരത്തിൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മാതാപിതാക്കളിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന്, പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നോ, ചുറ്റുവട്ടത്തുള്ള ബന്ധുക്കളിൽ നിന്നോ, സുഹൃത്തുക്കളിൽ നിന്നോ, പിന്നെ അയൽവക്കക്കാരിൽ നിന്നോ ഒക്കെ കിട്ടും. എന്നാൽ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനാണ് സ്കൂളുകളിൽ കൗൺസിലിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പേടിയില്ലാതെ പരീക്ഷ എഴുതാൻ കൗൺസിലിംഗ് ക്ലാസുകൾ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിൽ വെച്ചുണ്ടാകുന്ന സമ്മർദ്ദം ഒഴിവാക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നതാണ് കൗൺസിലിംഗ് ക്ലാസുകൾ. സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്കൂളുകളിലും SSLC+2 വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് മുൻപ് ഇത്തരം കൗൺസിലിംഗ് ക്ലാസുകൾ ഇപ്പോൾ നൽകാറുണ്ട്. പരീക്ഷ എന്നൊരു മതിലാണ്, ആ മതിലിന് അപ്പുറത്താണ് റിസൾട്ട് ഇരിക്കുന്നത്. ഈ പരീക്ഷ എന്ന മതിലിൽ തിരിച്ച് നമ്മൾ വീണ് പോയാൽ ആ നല്ല റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഭയക്കേണ്ടത് മോശം റിസൾട്ടിനെയാണ്. അങ്ങനെ മോശം റിസൾട്ടിനെ നമ്മളൊന്ന് ഭയന്ന് തുടങ്ങിയെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പരീക്ഷ ഭയക്കേണ്ടി വരില്ല. കാരണം പരീക്ഷ നന്നായിട്ട് എഴുതിയെങ്കിലേ നല്ല റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ മോശം റിസൾട്ടാണ്. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ശേഷം വരാൻ പോകുന്ന മോശം റിസൾട്ടിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മനസ്സിലാകും പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്തെങ്കിൽ ആ റിസൾട്ട് എനിക്ക് കിട്ടും, നല്ല റിസൾട്ട്. അപ്പൊ നമുക്കതിന് നിങ്ങൾ ഭയക്കാതെ ഒന്ന് എഴുതി നോക്കാം. കാരണം പരീക്ഷയെ അതിനു മുമ്പ് തന്നെ നിസ്സാരമായി സമീപിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാക്കി വളരെ കൂളായിട്ട് നമ്മൾ പരീക്ഷ പ്രസന്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഭാവനയിൽ കണ്ട് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, അതുകൂടാതെ ചെറിയ ചില ടിപ്പുകളുണ്ട്. ഈ ടിപ്പുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്ട്രെസ് കുറയും. സ്ട്രെസ് കുറയുക എന്ന് മാത്രമല്ല, നമ്മളുടെ മനസ്സ് ഫ്രഷ് ആകുകയാണ്. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ സമ്മർദ്ദങ്ങളെയും മാറ്റി വെച്ചിട്ട് നമുക്ക് നന്നായി പരീക്ഷ എഴുതാനുള്ള ഒരു എനർജി, ആ ഒരു എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ടെൻഷൻ കാരണം അറിയാവുന്ന ഉത്തരങ്ങൾ പോലും പരീക്ഷാ ഹാളിലെത്തുമ്പോൾ മറക്കുന്ന രീതിയാണ് പല വിദ്യാർത്ഥികൾക്കുമുള്ളത്. എന്നാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കൗൺസിലിംഗിലൂടെ കഴിയുന്നുണ്ട്. കാര്യം പാഠഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിലും അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ പാഠഭാഗവും തീർന്നു കഴിഞ്ഞ് അവരുടെ മാനസികാവസ്ഥ സമ്മർദ്ദം ഒന്ന് ലഘൂകരിക്കുന്നതിനായിട്ടാണ് ഈ കൗൺസിലിംഗ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടാകുന്ന സമ്മർദ്ദം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇത്തരം ക്ലാസുകൾ സഹായിക്കുന്നുവെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ഇത്ര സ്ട്രെസ്സൊക്കെ ഉള്ളൊരു സമയത്ത് ശരിക്കും ഒരു സ്ട്രെസ് ബസ്റ്റർ തന്നെയായിരുന്നു ക്ലാസ്. പേരൻസും ചുറ്റുമുള്ള ആൾക്കാരും എല്ലാം നമ്മൾ 10ാം ക്ലാസ് എന്ന് പറയുമ്പോഴേ നമ്മളോട് ചോദിക്കുന്നത് SSLCയെ കുറിച്ചാണ്. അപ്പം ഇങ്ങനെയൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒത്തിരി സ്ട്രെസ് ഇറങ്ങിയതുപോലെ തന്നെ തോന്നി. ഇന്നലെയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് IT പരീക്ഷയായിരുന്നു. പലരും ഇവിടെ ഭയങ്കര വിഷമവും എല്ലാവർക്കും പേടിയും ടെൻഷനായിരുന്നു ആകെ. അപ്പോൾ ഈ ക്ലാസ് മിനിങ്ങാന്ന് വരണമെന്നായിരുന്നു ഞങ്ങൾക്കൊരു ആഗ്രഹം. കാരണം ഇത് കൂടുതൽ ഞങ്ങൾക്കൊരു സപ്പോർട്ടായി, മോട്ടിവേഷനായി ക്ലാസ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു ഭാവം വളർത്തിയ നന്ദി നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നന്ദി നമുക്ക് വളർത്തിയ, കാരണം നന്ദി എത്രമാത്രം ആത്മാർത്ഥമായിട്ട് നമ്മളുടെ മനസ്സിന് മനസ്സിലാകുന്നുവോ അതനുസരിച്ച് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിർമ്മലമാവുകയും നമ്മൾ പറയുന്നത് എന്തും അനുസരിക്കാനുള്ള ശക്തി നേടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ടെക്നിക്കുകൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം പൂർണ്ണമായി മാറ്റാം എന്ന അവകാശവാദം ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും പരീക്ഷയ്ക്ക് മുമ്പ് ഇത്തരം ക്ലാസുകൾ കുട്ടികൾക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ജോബൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. നമ്മൾ ഈ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? അതേപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. ടെൻഷൻ അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, നഷ്ടങ്ങളല്ലാതെ. ഈ ടെൻഷൻ വന്നാകെ വെപ്രാളമായി, വിശപ്പ് നഷ്ടപ്പെടും, ഉറക്കം നഷ്ടപ്പെടും, ദാഹം നഷ്ടപ്പെടും, പഠിച്ചതൊക്കെ മറന്നുപോകും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.